സത്യത്തിൽ അതൊരു സിനിമാറ്റിക് സ്റ്റൈലിലുള്ള പ്രപ്പോസലായിരുന്നു, മാരേജ് പ്രപ്പോസൽ. അതിനുശേഷം ഏവരും അന്വേഷിച്ചത് ആ പ്രണയിനി ആരെന്നായിരുന്നു. ആരാണ് ദീപക് ചഹാർ എന്ന CSKയുടെ പേസ് കുന്തമനയുടെ മനസ്സ് കീഴടക്കിയ ആ സുന്ദരി എന്നായിരുന്നു അതിനുശേഷം ഏവരും അന്വേഷിച്ചത്. ഏതാണ്ട് 2 സീസൺ മുമ്പ് IPL നടന്ന ചെന്നൈ വേഴ്സസ് പഞ്ചാബ് മത്സരത്തിൽ ആരാധകരുടെ കൈയ്യടി നേടിയത് മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലൂടെ പഞ്ചാബ് ക്യാപ്റ്റനായിരുന്ന KL രാഹുലിനായിരുന്നെങ്കിലും ഹൃദയം കവർന്നത് ചെന്നൈ പേസ് ബോളറായ ദീപക് ചഹാർ ആയിരുന്നു. മത്സരത്തിന് ശേഷം സ്റ്റേഡിയത്തിലെ തന്റെ കാമുകിയുടെ അടുത്തെത്തി പ്രണയിനിയോട് വിവാഹ അഭ്യർത്ഥന നടത്തിയ ദീപക് സ്റ്റേഡിയത്തിൽ ആരാധകർക്ക് അന്ന് അപ്രതീക്ഷിതമായ ഒരു കാഴ്ച ഒരുക്കുകയായിരുന്നു. മത്സരം പൂർത്തിയായതിന് പിന്നാലെ പ്രണയിനിക്ക് അടുത്തേക്ക് ഓടിയെത്തിയ ചാഹർ മുട്ടുകുത്തി നിന്ന് ചോദിച്ചു, എന്നെ വിവാഹം കഴിക്കാമോ, വിൽ യു മാരി മീ? ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും പ്രണയിനി ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു, പിന്നല്ലാതെ. തുടർന്ന് ഇരുവരും പരസ്പരം മോതിരം അണിയുകയും ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. പശ്ചാത്തലത്തിൽ ചുറ്റിലും നിന്നവരുടെ ആരവവും കയ്യടിയും ആ സമയത്ത് അകമ്പടി ഉണ്ടായിരുന്നു. ഇതിന്റെ വീഡിയോ IPLന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ പങ്കുവച്ചതോടെ സംഭവം പെട്ടെന്ന് തന്നെ അങ്ങ് വൈറലായി. സ്പെഷ്യൽ മൊമെന്റ് എന്ന വാക്കുകളോടെ ദീപക് ചഹാറും വിവാഹ അഭ്യർത്ഥനയുടെ ചിത്രം അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് ഏവരുടെയും അനുഗ്രഹവും തേടുകയുണ്ടായി. ചഹറും ചെന്നൈ സൂപ്പർ കിങ്സും എല്ലാം ഇതിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ആ സമയത്ത് ഷെയർ ചെയ്തു. നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നത്. ആ സമയത്ത് എല്ലാം ചിത്രം പറയുന്നു, നിങ്ങളുടെ എല്ലാം അനുഗ്രഹം വേണമെന്നായിരുന്നു കാമുകിയോടൊപ്പമുള്ള ഫോട്ടോയ്ക്കൊപ്പം ചാഹർ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. അതോടുകൂടി ഏവരുടെയും അന്വേഷണം ആ സുന്ദരി ആരാണെന്നായിരുന്നു. പ്രണയിനി വിദേശിയാണോ എന്ന് വരെ സംശയമുണ്ടായിരുന്നു അവരുടെ ആ ലുക്ക് കണ്ടപ്പോൾ. എന്നാൽ ഏറെ സമയത്തെ കാത്തിരിപ്പിന് ശേഷം എന്ന ആരാധകരുടെ സംശയത്തിന് മറുപടിയുമായി എത്തിയത് ദീപകിന്റെ സഹോദരിയായ മാലതിയാണ്. ഡൽഹി സ്വദേശിനിയായ ജയ ഭരദ്വാജിനെയാണ് ദീപക് ചഹാർ മോതിരം അണിയിച്ചതെന്ന് ദീപകിന്റെ സഹോദരിയായ മാലതി ട്വിറ്ററിൽ അന്ന് കുറിക്കുകയായിരുന്നു. ഇതോടെ ആരാണ് ജയ ഭരദ്വാജ് എന്നായി ആരാധകരുടെ അന്വേഷണം. മുൻ ബിഗ് ബോസ് താരമായ സിദ്ധാർത്ഥ് ഭരദ്വാജിന്റെ സഹോദരിയാണ് ജയ ഭരദ്വാജ്. നേരത്തെ തന്നെ ചഹറും ജയയും പ്രേമത്തിലായിരുന്നു. IPLന്റെ 2ാം പാദത്തിൽ ചാഹറിനൊപ്പം തന്നെയാണ് കാമുകിയായ ജയയും അന്ന് ദുബായിലെത്തിയത്. അന്ന് ദുബായിലായിരുന്നു 2ാം പാദ മത്സരങ്ങൾ. ഡൽഹിക്കാരിയായ ജയ അവിടെ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. നേരത്തെ തന്നെ CSK ക്യാമ്പിൽ ജയയെ പലരും കണ്ടിരുന്നു. അതിന് മുൻ വർഷത്തെ IPLന്റെ സമയത്തെ ജയയെ ചഹാർ തന്റെ ടീമംഗങ്ങളുമായി പരിചയപ്പെടുത്തിയിരുന്നു അത്രേ. എങ്കിലും ഇരുവരും അതുവരെയും ഒരു പബ്ലിക് അപ്പിയറൻസ് ഒന്നും നടത്തിയിരുന്നില്ല. അപ്പോൾ അന്ന് മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റെങ്കിലും 4 ഓവറിൽ 48 റൺസ് വഴങ്ങി ദീപക് ചഹാർ ഒരു വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ചെന്നൈ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 134 റൺസാണ് നേടിയത്. 7 ഓവറും 6 വിക്കറ്റും ബാക്കി നിൽക്കെ പഞ്ചാബ് ഈ വിജയലക്ഷ്യം അങ്ങ് മറികടക്കുകയായിരുന്നു. അപ്പോൾ ദീപക് ചഹാറിന്റെ ആ ഒരു പ്രപ്പോസൽ കൊണ്ട് ശ്രദ്ധേയമായ മത്സരം. IPLൽ മിന്നിത്തിളങ്ങുന്ന താരമാണ് ദീപക് ചഹാർ എന്ന് നമുക്കറിയാം. ചെന്നൈ നിരയിലെ ധോണിയുടെ വജ്രായുധമാണ്. അരികും വക്കും തേച്ചുമിനുക്കി ഇതിനകം തന്നെ ധോണി ചഹാറിനെ ഒരു മികച്ച ബോളിംഗ് ഓൾറൗണ്ടറാക്കി മാറ്റിയിട്ടുണ്ട്. പവർ പ്ലേ ഓവറുകളിൽ ധോണിയുടെ ഏറ്റവും വിശ്വസ്തനായ ബോളറും കൂടിയാണ് ഈ വർഷങ്ങളിൽ അദ്ദേഹം. ടീമിന്റെ തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ത്രൂകൾ നൽകി ചാഹർ ഈ വിശ്വാസം കാക്കുകയും ചെയ്യാറുണ്ട്. ഇന്ത്യൻ ടീമിലെത്തിയ ഉടനെ ബംഗ്ലാ കടുവകളെ എറിഞ്ഞു വീഴ്ത്തി പുതിയ റെക്കോർഡുകൾ കുറിച്ചൊരു ഹാട്രിക് അദ്ദേഹം നേടിയിരുന്നു. ആ ഹാട്രിക് നേടിയതോടെ ദീപക് ചഹാറിന് അഭിനന്ദനവുമായി ഒരുപാട് താരങ്ങൾ അന്ന് രംഗത്ത് വന്നിരുന്നു. സച്ചിനും ലക്ഷ്മണും ഹർഭജൻ സിംഗും സൗരവ് ഗാംഗുലി അടക്കമുള്ളവർ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന സന്ദേശങ്ങൾ ആ സമയത്ത് ഇദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് സന്ദേശങ്ങൾ കുറിച്ചിരുന്നു. ബംഗ്ലാദേശിനെതിരെ 2019 നടന്ന അവസാന T20യിലാണ് ഹാട്രിക് നേടിയുള്ള ചഹാറിന്റെ തകർപ്പൻ പ്രകടനമുണ്ടായത്. അതോടൊപ്പം തന്നെ രാജ്യാന്തര T20യിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ ഹാട്രിക് നേടുന്ന താരമെന്ന റെക്കോർഡും ഇന്ത്യക്ക് വേണ്ടി രാജ്യാന്തര മത്സരങ്ങളിൽ ഹാട്രിക് നേടുന്ന 8ാമത്തെ താരം എന്ന നേട്ടവും അന്ന് ചഹാർ സ്വന്തമാക്കുകയുണ്ടായി. 2011 രാജസ്ഥാൻ കിരീടം ചൂടിയ രഞ്ജി സീസണിൽ 30 വിക്കറ്റുകളാണ് ദീപക് ചഹാർ സ്വന്തമാക്കിയത്. 2011 IPL സീസണിൽ രാജസ്ഥാൻ റോയൽസുമായി കരാർ ഒപ്പിട്ടെങ്കിലും പരിക്ക് കാരണം ഒരു മത്സരം പോലും അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല. 2018 80 ലക്ഷം രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. ഇന്ന് നമുക്കറിയാം പവർ പ്ലേയിലടക്കം ധോണി ആശ്രയിക്കുന്ന മുഖ്യ ബോളറാണ് ദീപക് ചഹാർ. അപ്പോൾ ദീപക് ചഹാറിന്റെ ആ ഒരു പ്രപ്പോസൽ, അതിന്റെ കഥ ഇതാണ്.